കൊട്ടാരക്കര മണ്ഡലത്തിലേക്കാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം CPMന്റെ കയ്യിലാണ്. അതിനു മുൻപ് 1970 മുതൽ 2006 വരെ നീണ്ട 36 വർഷം മണ്ഡലം UDFന്റെ കോട്ടയായിരുന്നു. അതിൽ തന്നെ ഏകദേശം 30 വർഷത്തോളം ബാലകൃഷ്ണ പിള്ളയാണ് MLA ആയിരുന്നതും. ഒരർത്ഥത്തിൽ ബാലകൃഷ്ണ പിള്ള തന്റെ കുടുംബ സ്വത്ത് പോലെ കൈവശം വെച്ച് കൊണ്ടു നടന്നിരുന്ന മണ്ഡലം. എന്നാൽ 2006 LDF തരംഗത്തിൽ ആ കോട്ട ഇടതുപക്ഷം ഭേദിക്കുകയായിരുന്നു. കേരളമൊട്ടാകെ 98 സീറ്റുകൾ നേടി ഇടതുമുന്നണി മികച്ച വിജയം നേടിയപ്പോൾ കൊട്ടാരക്കരയിൽ താരതമ്യേന പുതുമുഖമായിരുന്ന CPM സ്ഥാനാർത്ഥി ഐഷ പോറ്റി 12,087 വോട്ടുകൾക്കാണ് UDFലെ അതികായനായ ബാലകൃഷ്ണ പിള്ളയെ വീഴ്ത്തിയത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡുകൾ സൃഷ്ടിച്ച ബാലകൃഷ്ണ പിള്ളയുടെ അവസാന തെരഞ്ഞെടുപ്പ് അംഗവുമായിരുന്നു അത്. പിന്നീട് 2011 അദ്ദേഹത്തെ ഇടമലയാർ കേസിൽ ശിക്ഷിച്ചതിനെ തുടർന്ന് പിന്നീട് മത്സരിക്കുകയുണ്ടായില്ല. എന്നാൽ 2006 താരതമ്യേന പുതുമുഖമായി വന്ന ഐഷ പോറ്റി പിന്നീട് മണ്ഡലത്തിൽ പ്രിയങ്കരിയാവുകയും കൊട്ടാരക്കര ഒരു ഉറച്ച LDF കോട്ടയാകുന്നതുമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത്. 2011 നടന്ന മത്സരത്തിൽ തന്റെ ഭൂരിപക്ഷം 20,592 ആക്കി ഉയർത്തി. അന്ന് കേരളത്തിൽ LDFന് മുന്നണി പരാജയപ്പെടുന്ന സമയത്താണ് ഐഷ പോറ്റി തന്റെ ഭൂരിപക്ഷം ഒരു UDF അനുകൂല മണ്ഡലത്തിൽ ഇരട്ടിയാക്കിയതെന്നോർക്കണം. തുടർന്ന് 2016 തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് ഐഷ പോറ്റി മണ്ഡലത്തിൽ തുടർച്ചയായ 3ാം തവണയും വിജയിച്ചത്. 42,632 വോട്ടിന്റെ ഭൂരിപക്ഷം. അന്ന് ഐഷ പോറ്റിയേക്കാൾ ഭൂരിപക്ഷം നേടിയ 4 പേര് മാത്രമാണ് ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. തൊടുപുഴയിൽ PJ ജോസഫ് 46,587 വോട്ടിന്റെ ഭൂരിപക്ഷവും മട്ടന്നൂരിൽ EP ജയരാജൻ 43,381 വോട്ടിന്റെയും കല്യാശ്ശേരിയിൽ TV രാജേഷ് 42,891 വോട്ടിന്റെയും ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. എന്നാൽ ഈ 3 മണ്ഡലങ്ങളും പരമ്പരാഗതമായിട്ട് തന്നെ അതാത് പാർട്ടികൾക്ക് കനത്ത ഭൂരിപക്ഷം നൽകിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങൾ തന്നെ ആയിരുന്നുവെങ്കിൽ ഐഷ പോറ്റി പരമ്പരാഗതമായി എതിർചേരി വിജയിക്കുന്ന മണ്ഡലത്തിലാണ് ഈ കനത്ത ഭൂരിപക്ഷത്തിന് വിജയം നേടിയത്. അത്തവണ പിണറായി വിജയന് ധർമ്മടത്ത് 36,905 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചിരുന്നത്. ഇതേപോലെ എതിർകോട്ടയിൽ സമാനമായ വിജയഗാഥ നേടിയ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത് പറവൂരിൽ VD സതീശന്റെ തുടർച്ചയായ വിജയങ്ങൾ മാത്രമാണ്. 2021 സ്വാഭാവികമായും ഐഷ പോറ്റി തന്നെ മത്സരിച്ച് ഒരുപക്ഷെ മന്ത്രിസഭയിൽ പോലും ഉൾപ്പെട്ടേക്കാമെന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ മുതിർന്ന നേതാക്കൾ ആരും തന്നെ മത്സരിക്കേണ്ടതില്ലെന്നും നിലവിലെ മന്ത്രിസഭയിലെ താനൊഴികെ ആരും തന്നെ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ടെന്ന് തീരുമാനിച്ചതോടെ ഐഷ പോറ്റിയെ പോലെ പലരും മത്സര രംഗത്ത് നിന്ന് തന്നെ പുറന്തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ ഐഷ പോറ്റിയെ മാറ്റി പകരം CPM മത്സരിപ്പിച്ച മുതിർന്ന CPM നേതാവും മുൻ രാജ്യസഭാ അംഗവുമായ B ബാലഗോപാൽ കടുത്ത LDF തരംഗത്തിനിടയിലും താരതമ്യേന പ്രശസ്തയല്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി രശ്മിയോട് കേവലം 10,800 വോട്ടുകൾക്കാണ് കടന്നുകൂടിയത്. ബാലകൃഷ്ണ പിള്ള CPM പക്ഷത്ത് നിന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇതെന്ന് ആലോചിക്കണം. 2016 ഐഷ പോറ്റി 83,443 വോട്ടുകൾ നേടിയിരുന്നുവെങ്കിൽ ബാലകൃഷ്ണ പിള്ള ഇടതു മുന്നണിയിൽ ഉണ്ടായിട്ടും ഇടതു തരംഗം കേരളമാകെ അലയടിച്ചിട്ടും ബാലഗോപാലിന് നേടാനായത് 68,770 വോട്ടുകൾ മാത്രമായിരുന്നു. ഐഷ പോറ്റി മുൻ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 14,673 വോട്ടുകൾ കുറവ്. അതിനർത്ഥം കൊട്ടാരക്കരയിൽ CPM പാർട്ടി എന്ന നിലയിൽ നേടാവുന്നതിനേക്കാൾ ജനപിന്തുണ 15 വർഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഐഷ പോറ്റി എന്ന വ്യക്തിക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. ഈ കണക്കുകളാണ് യഥാർത്ഥത്തിൽ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. VD സതീശൻ മാറി നിന്നാൽ പറവൂർ മണ്ഡലം കോൺഗ്രസിന് എങ്ങനെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ അതേ സാധ്യതകൾ തന്നെയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നതും. ഐഷ പോറ്റി തന്നെ മത്സരിച്ചില്ലെങ്കിൽ പോലും അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്നതിനാൽ കൂടുതൽ റിസ്കുകൾ എടുക്കാതെ UDF അവരെ തന്നെ മത്സര രംഗത്തിറക്കുവാനും മണ്ഡലം 2 പതിറ്റാണ്ടിന് ശേഷം തിരിച്ചു പിടിക്കാനുമായിരിക്കും ശ്രമിക്കുക. പ്രത്യേകിച്ചും പിണറായി വിജയൻ അവരെ ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് മണ്ഡലത്തിലെ വോട്ടർമാരിൽ വലിയൊരു പങ്ക് വിശ്വസിച്ചിരുന്നു എന്നതാണ് ബാലഗോപാലിന്റെ വോട്ടുകൾ ഇത്രയേറെ കുറയാനുള്ള ഒരു കാരണം. കൂടാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ വൻ പരാജയമായി മാറിയ ബാലഗോപാലിനെ തന്നെയാണ് മത്സര രംഗത്ത് CPM അണിനിരത്തുന്നതെങ്കിൽ UDF സാധ്യതകൾ വലിയ തോതിൽ കൂടുകയും ചെയ്യും.
ഇതുപോലെ പ്രാദേശികമായി സ്വാധീനമുള്ള നേതാക്കളുടെ ഒഴുക്ക് ഇനിയും UDF-ലേക്ക് തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന അസംബ്ലിയിൽ വയനാട് നടന്ന കൺവെൻഷനിലെ കണക്കുകൂട്ടൽ പോലെ തന്നെ 100 എന്നത് വളരെ എളുപ്പത്തിൽ തന്നെ UDF-ന് നേടിയെടുക്കാനാവുമെന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്.